ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഫുക്കോക്കിൽ നമ്മുടെ 4th ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അടിപൊളി അട്രാക്ഷൻ ആയിട്ടുള്ള വിൻപേൾ സവാരി പാർക്കിലോട്ടാട്ടോ. നമ്മൾ കണ്ടിട്ടുള്ള സൂവിലൊക്കെ മൃഗങ്ങളെ കൂട്ടിലടച്ചിട്ടേക്കാണെങ്കിൽ ഇതൊരു ഓപ്പൺ സൂ ആണേ. ഇവിടെ മൃഗങ്ങളെ കാണണമെങ്കിൽ നമ്മൾ വണ്ടിയിൽ പോകണം. അതുപോലെ സെബാൻ സൂവിൽ പോകുന്ന ഫസ്റ്റ് ടൈമാണ്. അവൻ പിക്ചേഴ്സിലും ടി വിയിലും കണ്ടിരിക്കുന്ന മൃഗങ്ങളെ ലൈവായിട്ട് കാണുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻസ് നമ്മൾ വെയിറ്റിംഗ് ആട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോഴേ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഫ്ലെമിംഗോസ് ആണ്. കുറച്ചധികം ഏരിയയിലായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൂടെ ഓടുന്ന ഇലക്ട്രിക്കൽ ട്രാം കാറിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. സോ കുറച്ച് വൈഡായിരിക്കുന്നത് നടന്നാൽ തീരത്തില്ലെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ക്രൗഡഡായിട്ട് ഫീൽ ചെയ്താലും അകത്തേക്ക് ചെല്ലുമ്പോൾ തിരക്കൊന്നുമില്ല കേട്ടോ. ഫ്ലെമിംഗോസിനൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ട്രാം കാർ സർവീസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ ആ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ഇവിടെ അങ്ങനെ വലിയ ക്യൂവും തിരക്കും റൂൾസൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് കിട്ടുന്നവിടെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ ഏത് കാർ വേണമെങ്കിലും നമുക്ക് ഓപ്ഷൻ ചെയ്യാം കേട്ടോ. These large birds can weigh between 15 to 20 kilograms and are excellent flyers. They are monogamous, usually living with one mate. നമ്മൾ കാണുന്ന ബേർഡ്സിനെ കുറിച്ചും ആനിമൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആ കാറിൽ പറയുന്നുണ്ടാവേ. By up to 10 degrees Celsius to adapt to their environment. They come from countries like Qatar, Saudi Arabia. ഈ ഡീറ്റെയിൽസ് ഇവർ ഇംഗ്ലീഷിലും വിയറ്റ്നാമി ഭാഷയിലും പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കാറിലല്ല കേട്ടോ ഫുൾ ടൈം. ഓരോ സ്പോട്ടിലെത്തുമ്പോൾ അവർ നമുക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് തന്ന് ഇറക്കി വിടുവേ. കാർ നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്നുള്ള ഡയറക്ഷൻസ്, എവിടെ നിന്ന് എക്സിറ്റ് എടുക്കണം, നെക്സ്റ്റ് ക്യാബ് സ്റ്റേഷൻ എവിടെയാണ്, അങ്ങനെയുള്ള ബേസിക് ഇൻഫർമേഷൻ എല്ലാം അവർ ചോദിക്കാതെ തന്നെ പറയും കേട്ടോ. അങ്ങനത്തെ ആദ്യത്തെ സ്പോട്ടായിരുന്നു ഇത്. ഇവിടെ കുറച്ചധികം പാമ്പുകളും ഓന്തുകളും ആമ മുതല അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു കാർ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഒന്നിലധികം സ്പോട്ടുകൾ ഉണ്ടാവുകയെ ഒരു വാക്കബിൾ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന എലഫൻറ്റിൻ്റെ അടുത്തോട്ടാണ്. ഈ സൂവിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് അനിമൽസിനെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ആനേനെ ഫീഡ് ചെയ്യാം കേട്ടോ. ഫുഡൊക്കെ അവർ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ ആനയെ തൊടാനും ഷെയ്ക്കാനും കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ആനേനെ തൊടുന്നത്. 3 ആനകളുണ്ടായിരുന്നേ അവിടെ. കുറച്ച് നേരം അവയൊക്കെ കണ്ടു നിന്ന് കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തേ. നമ്മളിവിടെ ആനേനെ ടച്ച് ചെയ്തിട്ട് പോകുന്ന വഴി നമുക്ക് ഹാൻഡ് വാഷ് ചെയ്തിട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ അവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത സ്റ്റേഷൻ വരുന്നത്. അടുത്ത കാർ എടുത്ത് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോയേ. നമ്മൾ ഇനി പോകുന്നത് ബേഡ്സിൻ്റെ ഏരിയയിലോട്ടാട്ടോ. അങ്ങോട്ട് കയറിയപ്പോൾ തൊട്ടിട്ട് നല്ല സൗണ്ടാണേ. ഇതിൻ്റെ തന്നെ മറ്റൊരു സൈഡിലായിട്ട് നമുക്ക് ബേഡ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് ഒന്ന് ക്യൂവിൽ നിന്ന് വേണേൽ നമുക്ക് അങ്ങ് എത്താനായിട്ട്. ആ ബേഡ്സിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അവനത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നേ. പക്ഷെ അവനത് സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തു. അവൻ ആ വെയിറ്റൊക്കെ ഒന്ന് സഹിച്ചിട്ടാണേലും നിന്ന് കേട്ടോ. ഇവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ബേർഡ്സിൻ്റെ ഒരു ഓപ്പൺ സ്പേസ് ആണേ. അവിടെ ബേർഡ്സ് എല്ലാം ഫ്രീ ആയിട്ട് നടക്കും. നമ്മളതിൻ്റെ ഇടയിൽ ചെന്ന് അവരെ വിസിറ്റ് ചെയ്ത് തിരിച്ചിറങ്ങിപ്പോരും. എൻട്രൻസിൻ്റെ അവിടെ ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. ഹാൻഡ് വാഷ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. കാരണം നമുക്ക് ഇവിടെ ബേർഡ്സിനെ ഫീഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ബേർഡ്സിൻ്റെ ഓപ്പൺ ഏരിയ ആണെങ്കിലും ഇവിടുത്തെ ബേർഡ്സൊന്നും നമ്മളെ ഉപദ്രവിക്കില്ല കേട്ടോ. ഇതൊരു സ്പെഷ്യൽ സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. ഈ ബേർഡ്സിന് വന്നിരിക്കാനും അവർക്ക് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട്. അതുപോലെ നമുക്കും ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വാട്ടർഫോൾസ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലുതല്ല, ചെറുത്. അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരിക്കാൻ നല്ല രസമാണ്. അപ്പോഴേക്കും ഉച്ചയായേ. നമ്മുടെ ടിക്കറ്റിൽ ഫുഡും കൂടെ ഇൻക്ലൂഡഡ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ അടുത്തായിട്ടുള്ളതാണ് ജിറാഫ് റെസ്റ്റോറൻറ്റ്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ജിറാഫിന് ഫീഡ് ചെയ്യാൻ പറ്റും റെസ്റ്റോറൻറ്റ് അകത്തിരുന്നുകൊണ്ട് തന്നെ. നമുക്കിത് കഴിഞ്ഞിട്ട് സഫാരിക്ക് പോകണേ. ഓൾറെഡി നമ്മുടെ കുറേ ടൈമൊക്കെ പോയി. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിറങ്ങി കേട്ടോ. ഇനിയാണ് നമ്മുടെ റിയൽ സഫാരി. നമ്മളിപ്പോൾ പോകുന്നത് ശരിക്കും കാടിലേക്കാണ്. ഇവിടെയാണ് ശരിക്കും ഓപ്പൺ സൂ. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു AC ബസ്സിൽ 40 മിനിറ്റ്സ് നമ്മൾ കാട്ടിലൂടെ പോവാട്ടോ. ഇതിന് പർട്ടിക്കുലർ ടൈമിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടേതായിരുന്നു ലാസ്റ്റ് ട്രിപ്പ്. അതായത് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അവർ ഈ എൻട്രി ക്ലോസ് ചെയ്യും കേട്ടോ. നമ്മൾ വേഗം ചെന്നു.
നമുക്കിരിക്കാൻ സൈഡ് സീറ്റൊക്കെ കിട്ടിയേ. പക്ഷേ ഇവിടെ ഇതിൽ ആരും ഇരുന്ന് കാണുന്നൊന്നുമില്ല കേട്ടോ. ഈ ഡോറ് ഇവർ കീ വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇതിൽ കൂടെ എണീറ്റ് നടക്കുവേ. Cửa Brunei cũng khá tốt và có thể nhìn với một góc rộng khoảng 300 độ. Next, we meet the Bengal tiger, the second largest tiger species in the world after the Siberian tiger. They are native to South Asia, including India, Nepal, and Bangladesh. Male Bengal tigers can weigh Because you can see so many tigers. 25 years, but in sanctuaries, Ở Safari, các bạn tới hay hồ nước. Khi tới Vinpearl Safari, thì các bạn bao gồm nền đất, cỏ cây, hồ nước, các khu vực ẩn nấp và nghỉ ngơi. You see a boy lion, boy lion. You can see so handsome, boy lion. Okay, boy, two boys. Like this one, this is girl lion. Xung quanh bổ, trong khi sư tử cái thì không có đặc biệt. protecting their necks from serious injuries during fights. Việc này giúp chúng có thể hạ nhiệt cơ thể trong Rhinos love taking mud baths. These baths help them cool down in hot weather while creating an extra Nhiều tin đồn cho protection. rằng sừng tê giác có giá trị y học rất cao và có thể chữa được cả ung thư. Tuy nhiên, theo nhiều nghiên cứu của các nhà khoa học thì sừng tê giác có thành phần chính là keratin. Okay, now on the right side one more time. You can see rhino over there. One rhino over there. Standing. Okay, say goodbye with rhino. 这种体型巨大、有着棕色或灰色皮毛和螺旋脚，是东非剑羚。 Nào, yeah. Đây là các bạn bò sừng. Happy happy? സംഭവം ലോക്ക് ചെയ്ത വണ്ടിക്കുള്ളിലായിരുന്നെങ്കിലും അതിനകത്തൂടെ പോകുമ്പോൾ നല്ല പേടിയാവുമേ. അതും സിംഹമൊക്കെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ വണ്ടിയിൽ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടായി കരടീനെ ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിങ്ങനെ ക്ലോസ് ആയിട്ട് വരും. ഇവിടെ ഓരോ മൃഗങ്ങൾക്കും അവരുടേതായ ടെറിട്ടറി ഉണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കാണുന്നത് ബംഗാൾ ടൈഗേഴ്സ് ആണേ. അത് കഴിഞ്ഞ് ലയൺ, പിന്നെ റൈനോയുടെയും എലിഫൻറ്റിൻ്റെയും സോൺ, പിന്നെ ജിറാഫിൻ്റെയും സീബ്രയുടെയും, അങ്ങനെ ഒട്ടുമിക്ക ആനിമൽസ് എല്ലാം അതിനകത്തുണ്ട്. ശരിക്കും അത് അവരുടെ സ്പേസ് ആണ് കേട്ടോ. നമ്മൾ അതിൻ്റെ അകത്തോട് ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്ത് പോരുന്നു. ഒരു 40-45 മിനിറ്റ്സ് നമ്മൾ അതിനുള്ളിൽ തന്നെയാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി അതിനുശേഷം നമ്മളിവിടെ കുറച്ച് ടൈം നടന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് നടന്ന് ഒരു ടീ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായിട്ടോ. നമ്മൾ കാർ എടുത്ത് എക്സിറ്റിലോട്ട് പോവുകയാണേ. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് സ്റ്റാർ ഫിഷ് ബീച്ചിലോട്ടാണ്. ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലുണ്ടാവും. വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.